ശ്രീരാമാഭിഷേകാരംഭം എന്ന ഭാഗമാണ്. എങ്കിലോ രാജാ ദശരഥനേകത സങ്കലിതാനന്ദമാറിയിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നതു ജ്ഞാനമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ വൃദ്ധി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചത്. ഇപ്പോഴതെങ്ങനെയെങ്കിലും ഉൾപ്പോലോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്ക് അനുരാഗവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോത്ത് കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്തതിനാൽ തന്നെ പുണ്യം അതീവ പുഷ്യം, നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നുകൊണ്ടും അത് നിർണയം മനസ്സേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക, ചാരു പതാകകളോടും അത്യുന്നതം. പരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി, നാളീക നേത്രനാൻ രാമന് നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്ന് വേണ്ടുന്ന് നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ഇത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലകാലേ ചമയിച്ചു ചേർക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പനാരാൽ വരണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥ പരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളമൊഴുത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ട് വായി കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക, മൂന്നിക പാത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ, മാല്യങ്ങൾ, ആഭരണങ്ങളും. സൽകൃതന്മാരാം മുനിജനം വന്നിക നിൽക്ക വിഷവാണികളായി സഭാന്തികെ. നർത്തികന്മാരോട് വാരവധൂജനം, നർത്തകായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം. അസ്ത്യശ്വപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യ അലങ്കാരമോട് വന്നീർണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകമാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ച അതിസത്വരം തേരക്കരേറിയ വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും പാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴിയിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി
ചിത്തമോദേന തിരിച്ചരുളി ചെയ്തു. പുണ്യവാനായൻ അടിയൻ അതീവ കേളിന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നത് ഇപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടുന്നാൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇന്ന് അവനാകുന്നതെന്നു ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര വ്യഞ്ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യോത്തം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടുന്ന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വിളിച്ചെത്തിടാഞ്ഞതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗത്തിദാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചാര്യ ആചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമകനും ഭവാൻ. സർവേഷ ഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്തവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ധാതാവതാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്ന മുതാ ഞാനും ഭവാനോട് സംബന്ധകാക്ഷയ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികയില്ല, അതൊന്നും പിഴയല്ലോ. ഇന്ന് സഫലമായി വന്ന മനോരഥം ഒന്നപേക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ എന്നെയും യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക്യമോഹിനി മോഹിപ്പിക്കായികമാം ആചാര്യ നിഷ്കൃതമ കാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായികമേ. തൽപ്രസംഗാൽ സർവമുക്തൻ പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രത്തിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേൻ ഇവിടേക്ക് ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനകം. വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിനി തന്നെ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നൊരുക്കുവൻ വൈകാതെ. വന്നേഴുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ തിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവ് നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സ മമത്വം ബഹിപ്രാണനായക ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തം മോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ
കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരുമാൻ സമോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായ ഒരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാപിതയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്ന